വരുന്ന അസംബ്ലി ഇലക്ഷനിൽ, ലോക്കൽ ബോഡി ഇലക്ഷനിൽ വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും. കഴിഞ്ഞ 5 കൊല്ലം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാത്ത CPM സർക്കാർ അതിന് എന്ത് പറയും, എന്ത് മറുപടി കൊടുക്കും എന്ന് പേടിച്ചിട്ടാണ് അവർ NEP ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നോക്കൂ, ഈ CPIയും CPMൻ്റെ നാടകവും കോൺഗ്രസും CPMൻ്റെ നാടകവും നമ്മൾ എത്രയോ തവണ കണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനൊന്നും എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് പറയാനും ഒന്നുമില്ല. NEP നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു പോളിസിയാണ്. കാരണം അവർക്ക് അവരുടെ ഭാവിക്കും അവരുടെ അവസരങ്ങൾക്കും ഒരു ഏറ്റവും ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. അതിൻ്റെ ഭാഗമായിരുന്നു ഞാൻ മന്ത്രിയാവുന്ന സമയം. അപ്പോൾ എനിക്ക് ആ പോളിസീൻ്റെ ഗുണങ്ങൾ കൃത്യമായി അറിയാം. ഇവർ ചെയ്യുന്ന നാടകവും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ഒരു താല്പര്യമില്ല, ആഗ്രഹമില്ല. ഈ ശബരിമല വിഷയം മറച്ചു പിടിക്കാനാണോ ഇപ്പോൾ CPM CPI തമ്മിലുള്ള ഈ ഒരു തർക്കം? നോക്കൂ, ഹൈക്കോർട്ട് അന്ന് ഗൂഢാലോചനയെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രിൻ്റെ മൊത്തം സർക്കാരിൻ്റെ ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറഞ്ഞാൽ മതി, അവർക്ക് ശ്രദ്ധ തിരിക്കാൻ, ജനങ്ങളുടെ ശ്രദ്ധ എങ്ങനെയെങ്കിലും തിരിക്കണം. അന്ന് ഹൈക്കോടതി പറഞ്ഞു ഇതൊരു ഗൂഢാലോചനയാണ്, ഇതിനൊരു അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇറങ്ങി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി RSS, BJP, ബാവര്, ശബരിമല ശ്രദ്ധ തിരിക്കാൻ അവർ നോക്കുന്നു, അവർ ശ്രമിക്കുന്നു. പക്ഷേ ജനങ്ങളുടെ ദേഷ്യവും ജനങ്ങളുടെ വേദന അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. ഈ സന്ദേശം ജനങ്ങൾക്ക് എത്രയോ ദേഷ്യമുണ്ട്. ഞാൻ എയർപോർട്ടിൽ പോകുമ്പോഴും സ്റ്റേഷനിലും പോകുമ്പോൾ എന്നെ അറിയാത്ത ആൾക്കാർ എന്നെ കൈ പിടിച്ച് പറയുന്നു, മോനെ ഇത് വിടരുത്, ഇത് ഞങ്ങൾക്ക് ദേഷ്യം, നല്ല ദേഷ്യം, ഞങ്ങൾ വേദനിപ്പിക്കുന്നൊരു സാധനമാണ്. ശബരിമല ഒരു നിസ്സാര ചെറിയൊരു അമ്പലമൊന്നുമല്ല. എത്ര കോടിക്കണക്കിൽ ജനങ്ങൾ ഇന്ത്യ മൊത്തം അവിടുന്ന് വരുന്ന ഒരു അമ്പലമല്ലേ. അതിന്ന് 4.5 കിലോ സ്വർണം കൊള്ള ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമാണ്. നിങ്ങൾ വിഷയവും നിസ്സാര കാര്യമാണെന്നൊന്നും പറയരുത്. ഇത് മുഖ്യമന്ത്രി പറഞ്ഞതെന്താണ്, ഇതൊരു വീഴ്ചയാണെന്ന്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു കാമായ എനിക്കും ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെയാണോ ശ്രദ്ധ തിരിക്കാൻ? ഇങ്ങനെയാണോ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത്? ഇത് അദ്ദേഹം 2015 എന്ത് പറഞ്ഞു? പ്രതിബദ്ധത ഉണ്ടാവണം, സർക്കാരിലുണ്ടെങ്കിൽ പ്രതിബദ്ധത ഉണ്ടാവണം, ഉത്തരവാദിത്വം ഉണ്ടാവണം. ഒരു അഴിമതി എന്തെങ്കിലും നടന്നാൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. ആര് പറഞ്ഞു? പണ്ട് കാലത്ത് ഒരു പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ് പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രി ആവുമ്പോൾ ഉളുപ്പുമില്ല, പ്രതിബദ്ധതയുമില്ല, ഉത്തരവാദിത്വമില്ല. ഇതാണോ അവരുടെ ഒരു പുതിയൊരു രീതി? ഇതല്ല വേണ്ടത്. ഇതൊരു ജനാധിപത്യ സംസ്ഥാനമാണ്. ഇവിടെ ഒരു കൊള്ള നടന്നിട്ടുണ്ട്, ഒരു ദേവസ്വം മന്ത്രിയുണ്ട്, അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കണം. ഒരു ദേവസ്വം ബോർഡുണ്ട്, അവരെ പിരിച്ചു